പഞ്ചിങ്ങിലെ വഞ്ചന. പഞ്ചിങ്ങിലെ ക്രമക്കേട് തുറന്നുകാട്ടിയ മാതൃഭൂമി ന്യൂസ് വാർത്തയിൽ ഗ്രേസ് സമയം വെച്ച് പ്രതിരോധം തീർക്കുന്ന ജീവനക്കാർക്ക് പക്ഷേ നമ്മൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. ഓഫീസിന് പുറത്തെ പഞ്ചിങ്, ഓഫീസ് സമയത്തെ കറങ്ങി നടപ്പ് എന്നിവയിലൊക്കെ മൗനമാണ്. പഞ്ചിങ് സംവിധാനത്തിൽ അപാകതയുണ്ട് എന്നും അത് പരിഹരിക്കണമെന്നും ഭരണപക്ഷ തൊഴിലാളി സംഘടനയായ ATUC തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു വിഭാഗം ജീവനക്കാർ സർക്കാർ ഓഫീസിലെ പഞ്ചിങ്ങിലെ ന്യൂനത ദുരുപയോഗം ചെയ്യുന്നത് തുറന്നുകാട്ടിയ മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ജീവനക്കാർക്കായി ന്യായീകരണം കൊഴുക്കുകയാണ്. എന്നാൽ സർവീസ് സംഘടനകൾ ആരും ഔദ്യോഗികമായി എതിർപ്പുമായി രംഗത്തെത്തിയിട്ടില്ല. ഗ്രേസ് ടൈം എന്ന ഒറ്റ വാദത്തിൽ പിടിച്ചാണ് പ്രതിരോധം. ഒരു ദിവസം 60 മിനിറ്റും മാസം 300 മിനിറ്റും വൈകി വരാൻ ഇളവുണ്ടെന്ന വാദമാണ്. വാർത്തയുടെ ഉദ്ദേശം എന്താണ്? പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ നിർദ്ദേശിക്കുന്ന കമ്മീഷൻ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ പൂഴ്ത്തിവെച്ചപ്പോൾ പുറത്തുവിടാൻ സുപ്രീം കോടതിയെ സമീപിച്ച ജോയിന്റ് കൗൺസിൽ മുൻ ജനറൽ സെക്രട്ടറിയും AITC-യുടെ വർക്കേഴ്സ് കോർഡിനേഷൻ കൗൺസിൽ ജനറൽ സെക്രട്ടറിയുമായ ജയചന്ദ്രൻ കല്ലിങ്കൽ പറയുന്നു. എനിക്ക് വാർത്ത കേട്ടപ്പോൾ ഞാൻ ആദ്യം ഞെട്ടിപ്പോയി. എനിക്ക് തോന്നുന്നത് ആ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ദൗർബല്യമുണ്ട്. ആ ദൗർബല്യത്തെ ചൂഷണം ചെയ്യുന്നതായിരിക്കണം. ഈ ടാഗിങ് നടത്തിയിട്ട് ഈ 100 മീറ്റർ എന്നുള്ളത് ഒഴിവാക്കണം. ഇതൊരു കറക്റ്റ്നെസ്സിൻ്റെ ഭാഗമാണ്, ശുദ്ധീകരണമാണ്. എന്നാലും മാതൃഭൂമിക്ക് അഭിനന്ദനം. എന്തായാലും ഇത്തരം ഒരു ഇടപെടൽ ഇത് ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നതിനകത്തുള്ള അഭിനന്ദനം അറിയിക്കുന്നു. ഗ്രേസ് ടൈമിൽ പിടിച്ചുള്ള പ്രതിരോധത്തിന് തന്നെ പിന്തുണയില്ല. ഉത്തരമില്ലാത്ത മറ്റ് ചോദ്യങ്ങൾ ഇവയാണ്. ഓഫീസിൽ വൈകിയെത്തുന്നവർ ഓഫീസിന് പുറത്ത് പഞ്ച് ചെയ്യുന്നത് എന്തിനാണ്? ഗ്രേസ് ടൈം ഉണ്ടല്ലോ, ഓഫീസിൽ എത്തിയ ശേഷം മാത്രം പഞ്ച് ചെയ്താൽ പോരെ? യഥാർത്ഥത്തിൽ 10:15 മുതൽ 5:15 എന്നുള്ള സമയത്തിൻ്റെ ഒരു വലിയ സാൻസിറ്റി ഉണ്ട്. ആ സാൻസിറ്റി കീപ്പ് ചെയ്യേണ്ടത് ജീവനക്കാരുടെ ബാധ്യതയാണ്. ആ പരിശോധനകൾ യഥാർത്ഥത്തിൽ കർശനമാക്കുകയാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. വൈകിട്ട് 5:15 മുൻപ് ഓഫീസ് വിട്ടിറങ്ങിയാൽ ഗ്രേസ് ടൈം ഉപയോഗിക്കാം. 4:45 കഴിയുമ്പോഴേ ഇറങ്ങുന്നവർക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയം തന്നെ പഞ്ച് ചെയ്യാം. പക്ഷെ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. നേരത്തെ ഇറങ്ങുന്ന ചില ജീവനക്കാർ ഓഫീസിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറിയ ശേഷം ബസ് പുറപ്പെടുമ്പോൾ മാത്രം പഞ്ച് ചെയ്യുന്നത് എന്തിനാണ്? ഇതിനും പ്രതിരോധമില്ല. ഓഫീസിന്റെ വാതിൽ നിന്ന് വെളിയിൽ ഇറങ്ങി കുറേ സമയം കറങ്ങി നടന്ന് ബസ്സിൽ വന്ന് കയറി ഇരുന്നിട്ട് പഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ 100 മീറ്റർ മാറിയത് പഞ്ച് ചെയ്യുക, അത് ശരിയല്ല. ഓഫീസ് സമയത്ത് പാർക്കിൽ വ്യായാമവും ഊഞ്ഞാലാട്ടവുമായി സമയം പാഴാക്കുന്നതും മാതൃഭൂമി ന്യൂസ് തുറന്നു കാട്ടിയിരുന്നു. അതിനൊന്നും മിണ്ടാട്ടമേ ഇല്ല. ഒരു ദിവസം ഓഫീസിനകത്ത് ഇരിക്കുക എന്ന് പറഞ്ഞത് ഒരു ധാർമ്മികതയുടെ പ്രശ്നമാണ്. ഓഫീസിനകത്ത് ഇരുന്നാലും പണി ചെയ്യുക എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. ആ പണി ചെയ്യുക എന്നുള്ളത് പരിശോധിക്കേണ്ടത് മേലുദ്യോഗസ്ഥരുടെ കടമയാണ്. നിലവിലുള്ള പഞ്ചിങ്ങിന് ഓഡിറ്റിംഗ് വിധേയമാവണം. ദൃശ്യങ്ങൾ കള്ളം പറയില്ല. പ്രതിരോധം ഒരുക്കുന്നവർ ഓഫീസ് സമയത്ത് സമയകൃത്യത പാലിച്ച് ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരെ കൂടിയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ മോശക്കാരാക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.